നിങ്ങൾ സ്വയം ചോദിക്കാൻ മറന്നുപോയ കുറച്ച് ചോദ്യങ്ങളില്ലേ, അത് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ. ഹലോ, പേരെന്തായിരുന്നു? ജസ്വിൻ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മള് സോഷ്യൽ മീഡിയയുടെ യൂസേജ് നമുക്ക് എങ്ങനെ ഹെൽത്തി രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും? അപ്പം ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ടൈമർ ഒക്കെ ഇല്ലേ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ആരും ഫോളോ ചെയ്യുന്നു. അല്ലാതെ പിന്നെ മേ ബി നമ്മുടെ ബിസി ലൈഫില് സോഷ്യൽ മീഡിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം ഇൻഡിവിജ്വൽസ് ആയിട്ട് നമുക്ക് റിയലി കണക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഓൺലൈൻ കണക്ട് ചെയ്യുന്നതാണ്. ഒരു ബെറ്റർ വേയിൽ മോണിറ്റർ ചെയ്യപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും കുറച്ച് നല്ല രീതിയിൽ ഇടപെട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരും അവെയർ ആകുക എന്നുള്ളതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ടൈമർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. പരമാവധി ഡീആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുക. അതല്ലാതെ സോഷ്യൽ മീഡിയ ഹെൽത്തി വേയിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞത് മദ്യപാനം അങ്ങനെ ഇത് അടിസ്ഥാനമായിട്ട് ഇതൊരു മുതലാളിത്ത ഉൽപ്പന്നമാണ്. നമ്മുടെ വിനോദ സമയം കൂടെ നിർത്തുന്ന ഒരു പ്രക്രിയ എന്ന നിലയ്ക്ക് എന്താ പറയുക, ആ രീതിയിലും കൂടെ ഒരു ചൂഷണം ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥിരമായിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന അടിക്കിടന്നൊക്കെ വേണമെങ്കിൽ ചെയ്യാറുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ ഗൂഗിൾ സ്കോളർ, ലിങ്ക്ഡിൻ, പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് സൈറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് മിക്ക ടൈമിലും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്നത്. സോ പ്രൊഡക്റ്റീവായിട്ട് ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു, പിന്നെ അത് കളഞ്ഞാണ്. ഓവർ യൂസ് ആണെന്ന് തോന്നിയപ്പോൾ കളഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ എന്നിട്ടും യൂസ് ഉണ്ടെന്ന് തോന്നിയപ്പോഴത്തേക്കും പിൻട്രസ്റ്റ് പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഹോബീസും കാര്യങ്ങളും ചെയ്യാൻ ചെയ്യുന്നു. നമ്മൾ സ്വയമായിട്ട് ചെയ്യുക എന്നാണോ നമ്മുടെ ഒപ്പീനിയൻ പറയുന്നത്? നമ്മൾ സ്വയമേ ടൈം ഒന്ന് തീരുമാനിക്കുക. ടൈം തീരുമാനിക്കുക. ഇപ്പം ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഫോൺ യൂസ് എന്തായാലും ഉണ്ടാവും. നമ്മൾ എത്ര ലിമിറ്റ് ചെയ്താലും നമ്മൾ ഫോൺ യൂസ് ചെയ്യും. അപ്പോൾ ആ യൂസ് ചെയ്യുന്നത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഹോബീസ് വളർത്താനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഡ്രോയിങ് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും. We can use social media by finding or searching things that are related to you as an individual that build you. Yeah, there are so many ways you can use social media because ആരോഗ്യപരമായി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു തരണമെങ്കിൽ ആദ്യം ഞാൻ അത് ചെയ്യണ്ടേ? അതെ, അതാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ആളാണോ? അങ്ങനെ അത്യാവശ്യം അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ദോഷമാണ് സത്യം അറിയാം. നമുക്ക് അറിയാന്നിട്ടും നമ്മള് അത് പിന്നെയും ചെയ്യുന്നു. എന്താ പറയാ, എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യത്തില്ലേ, ആറ്റിറ്റ്യൂഡാണ്. അതിപ്പം പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നല്ലത് ചെയ്യണം. ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല, നോർമൽ രീതിയിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ചിലരുടെ കേസിൽ ഭയങ്കര അഡിക്ഷൻ പോലെയൊക്കെ ആകും. അത് ഓരോരുത്തരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മള് ഗ്രോൺ അപ്സ് ആയല്ലോ. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കൂടുതൽ പേരൊക്കെ ആയിട്ട് തന്നെ ഇങ്ങനെ വെടിയിലൊക്കെ പോവുക, ചായ കുടിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ടൈം ഒരുപാടായി പോകുന്നു. അതിലെ യൂസേജ് നമ്മുടെ പേഴ്സണൽ ലൈഫും അതിലൊക്കെ ആയി പോവാം. അതെങ്ങനെയായിരിക്കും അനില ഡീൽ ചെയ്യുന്നത്? ഒരു ടൈം ഫ്രെയിം വെക്കുവോ? എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? അത് നമുക്ക് തന്നെ ഇപ്പൊ പല ഫോണിൽ കൂടി ആണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും നമുക്ക് കിട്ടുന്ന കുറച്ച് ആപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വെച്ച് മോണിറ്റർ ചെയ്യാൻ പറ്റും. സംവട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. ബട്ട് ഓക്കെ ആണ്, സ്റ്റിൽ മാനേജബിൾ ആണ്. Like the time I'm online, I would have some time that I use it on personal development, like listening to podcasts that are building me, and then a little time for just going through, maybe searching my friends. അതും അങ്ങനെ തോന്നാറില്ല. കാരണം കുറച്ചുകൂടി ലീഷർ ടൈമിൽ മാത്രമാണ് സോഷ്യൽ മീഡിയാസ് അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് ഉണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ബാലൻസ് ചെയ്യാനായിട്ട്? പരമാവധി നോക്കും, പറ്റുന്ന സമയങ്ങളെല്ലാം ഒഴിവാക്കാൻ നോക്കും. അതല്ലേ ഇങ്ങനെയൊക്കെ തന്നെ കറങ്ങിയടിച്ച് നടക്കുന്നു. ഞാൻ ഫോണിൽ ടൈമർ വെക്കും, ഒരു ഹാഫ് ആൻ അവർ ടൈമർ വെച്ചിട്ട് അത് പൊതുവെ പരമാവധി കഴിയുന്ന സമയത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യലാണ് പൊതുവെ. ഇപ്പോൾ വർക്കിനാണെങ്കിൽ ഏത് കാര്യത്തിനാണെങ്കിൽ ഒരു ടൈം വേസ്റ്റ് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് പേഴ്സണൽ കാര്യങ്ങളെല്ലാം പോകും. ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എപ്പോഴും എക്സീഡ് ആവും. പിന്നെ ഞാൻ മാക്സിമം എൻ്റെ ലൈഫിലുള്ള ആൾക്കാർ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് ഫോൺ നോക്കാൻ തോന്നില്ല. ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് ഫോണിൻ്റെ അത്ര യൂസ് വരില്ല. Sure, that's a nice message. We have a surprise gift for you. Holy Land സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയുടെ പാർട്ടായിട്ട് 10,000 rupeesന്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ്. ഇത് വന്ന് റിഡീം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് IELTS ഫ്രീ ആയിട്ട് കോച്ചിങ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പഠിക്കാനായിട്ട് താല്പര്യം, സ്റ്റഡി അബ്രോഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിസയുടെ പ്രോസസിംഗ് ചാർജ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്തു. സോഷ്യൽ മീഡിയ എങ്ങനെ ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാമെന്നതിനെ പറ്റി ഒത്തിരി ഒപ്പീനിയൻ നമ്മൾ കേട്ടു. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ്? പ്ലീസ് കമന്റ് ബിലോ.